ഞാനല്ല കാണണമെന്ന് പറഞ്ഞേ സാറാണ്. അതിന് എന്നോട് ചൂടായിട്ട് കാര്യമില്ല. ഞാനല്ല, അയാളാണ് ആദ്യം. ആ സാർ, ഇതാണ് ആ പട്ടാളക്കാരനെ ചീത്ത പറഞ്ഞ കേസിലെ ആള്, ദിരൂപ്. ഓ, നീയൊക്കെ കൂട്ടി പൂട്ടിക്കോ? ഇല്ല സാറേ, ഞാൻ അങ്ങനെ അയാളോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അയാളാണ് എന്നോട് വെറുതെ ഇങ്ങോട്ട് ചൊറിയാൻ വന്നത്. അപ്പൊ ഞാൻ ചെറുതായിട്ട് പട്ടി തണ്ടിന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അയാള് ഫുൾ അലമ്പാ സാറേ. എടാ, അലമ്പനെ തെറി വിളിക്കാനാണെങ്കിൽ ഞാൻ നിന്നെ എന്തോരം തെറി വിളിക്കണം? നീ വിളിച്ചാ ഫോൺ എടുക്കുവോ? സാറേ, ഫോൺ കംപ്ലൈന്റ് ഉണ്ട്, ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ആയിട്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കംപ്ലൈന്റ് ഉള്ള ഫോണായിട്ടാണ് നീ പണി? അല്ല, ഇടയ്ക്കുള്ളൂ, മൊത്തത്തിൽ അല്ല. ഇതിപ്പോ ചാർജ് ഉണ്ടോ ഞാൻ നോക്കാം. നീ ഇല്ല സാർ, ഇപ്പൊ പ്രശ്നം. ഫോൺ എടുത്ത കളിക്കല്ലേ. അത് സാറേ ഇങ്ങോട്ട് എടുത്ത് തന്നടാ, നിന്റെ കൂടെ ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടെ. ഈ ഫോണിന്റെ ഇത് ഓണാക്കാൻ എന്താടാ ഇത്? നീ ഫോൺ വില ഇരുമ്പ് കടയിലും കൊണ്ട് കൊടുക്കും, കമ്പിക്കൊക്കെ ഇപ്പൊ നല്ല വില കിട്ടും. അല്ല, അത് രാത്രി അടക്കൊക്കെ ഒന്ന്. എടാ, ഇത് കണ്ടോടാ, ഇവ കക്ഷികളൊക്കെയാണ് ഇവിടെ പണിക്ക് വെച്ചിരിക്കുന്നത്. നീ ഇവനെ ബ്ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു വിടുന്നു. ഒരുത്തരം വേണ്ട ഇവിടെ. ജോസാ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. നിങ്ങൾ എന്ത് ചെല്ല, ഞാൻ ഡീൽ ചെയ്തോളാം. ഞാൻ കാണുന്നത് കൊണ്ടുപോയേ. ഓ രമ്മോ, പ്രശാന്ത് ഗുളി കഴിക്കട്ടെ. നീ ആ കോളറിന്റെ കേസ് ചോദിച്ചോന്നില്ല അന്ന്? അതെ. എന്തോന്നാ ഇത് മേലെ നീ ആവർത്തിച്ച? ഇല്ല സാറേ. ആ, മുന്നാധാരം വേണം, പാൻ കാർഡ്. നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെ കോപ്പി എടുത്ത് ഫോട്ടോ ഒട്ടിച്ചോണ്ട് വരണമെന്ന്. മറന്നുപോയി. അവിടെ ആരെങ്കിലും ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് കൊടുക്കും. രാവിലെ വീട്ടിൽ നിന്ന് കുറ്റിയും പറിച്ചോണ്ട് വന്നോളൂ ഓരോരുത്തർ, മനുഷ്യന്റെ പ്രാണം കളയാനായിട്ട്. സർ, ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയോ? 2/6/1989. വീട്ടിൽ പോണോ? ഒരു സലാം കൊടുക്കാം നമുക്ക്. സലാം. മോന് എത്ര വയസ്സായി? 1.5 വയസ്സ്. ഓ, എത്ര മാസമായി? 5 മാസം. ആ, എഴുന്നേറ്റോ? എന്തൊരു ഉറക്കോടാ ഇത്. ഇവിടെ നടന്ന പുകലുമല്ലോ, നീ അറിഞ്ഞോ? അത് പറയാനല്ലേ ചേട്ടൻ ഇങ്ങോട്ട് വന്നത്? പറ. എടാ, നമ്മുടെ ആ 113 ഫാമിലി ഇല്ലേ, ആ പെണ്ണ് തൂങ്ങി മരിച്ച്. എന്തിന്? ആർക്കറിയാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുമായിരിക്കും. ഞാനത് പറയാൻ രാവിലെ മുതൽ വിളിക്കുന്നുണ്ടല്ലോ, നീ എന്താ ഫോൺ എടുക്കാത്തത്? രാവിലെ തന്നെ കേൾക്കാൻ പറ്റിയ കാര്യമാണല്ലോ. ഗൗരിയോടെ എണീറ്റില്ലേ? ഗൗരിയേ, വിളിക്കണ്ട. എന്താടാ ഇത് അവളോട് പറയണ്ട. ഇതുപോലത്തെ കാര്യങ്ങൾ അറിയിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതെന്താ? അത് അമ്മയ്ക്കും കുഞ്ഞിനും കേടാ. ഓ, നമുക്കൊന്നും ഇതൊന്നും അറിഞ്ഞോളല്ലോ, നമുക്കൊന്നും കുഞ്ഞുങ്ങളും ഇല്ലല്ലോ. ശരി, നീ പെട്ടെന്ന് റെഡിയാവ്. ഇന്ന് പുതിയ ട്രെയിനേഴ്സ് ജോയിൻ ചെയ്യുന്ന ദിവസാ. ലേറ്റ് ആക്കല്ലേ? അമ്മ വല്ലതും ഉണ്ടാക്കിയ മോളെ? ഈ വീട്ടിൽ പുട്ടിയും നമുക്കൊരു മോചനമില്ലേ മോളെ? എങ്ങോട്ട് തിരിഞ്ഞാലും പുട്ട്. അമ്മയ്ക്കതല്ലേ അറിയുള്ളൂ. കുടുംബ കോടതി നിന്റെ അമ്മയ്ക്കെതിരെ ഒരു പരാതി കൊടുത്താലോ? അത് വേണോ? സ്വന്തം മുട്ടി തന്നെ പാറ്റിടണോ? വേണ്ടല്ലേ? വേണ്ട. എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വന്നല്ലോ. അതായിരിക്കും നല്ലത്. അതായിരിക്കും നല്ലത്. ആ മോളെ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അമ്മ, നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് പോകുന്നില്ലെന്ന് വിചാരിച്ചു. വിനോദേട്ടൻ അടുക്കളയിലാന്ന് തോന്നുന്നു, ചായ ഉണ്ടാക്കിയായിരിക്കും. ആ ആ ലച്ചു, മേളിലൊരു മരണം നടന്നപ്പോഴാണ് നിന്റെ പാട്ടും കൂത്തുമൊക്കെ. അതൊന്ന് നിർത്തിക്കേ. ഞാൻ ആർട്സ് ഡേക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യുവല്ലേ. ലച്ചു, ആ നിർത്തി. ആ നീ ഉച്ചക്ക് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തോളാം. പിന്നെ ഈ പാത്രം ഒന്നും കഴുകാൻ നിൽക്കണ്ട കേട്ടോ, ഞാൻ വന്നിട്ട് കഴിക്കോളാം. ശരി. ബാ. അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട്, ഇല്ലെങ്കിൽ ഞാനിവിടെ ലീവ് എടുത്തിരുന്നേനെ. അപ്പം പറഞ്ഞിട്ടടി. ഹലോ. അയ്യോ സോറി. പിന്നെ മരുന്ന് കഴിയും. ഓക്കെ, ബൈ.
ആ സാറേ നമസ്കാരം. ജോജി ഇവിടെയാണോ താമസിക്കുന്നത്? അതെ, ഞാനിവിടെ 101. മരിച്ച കുട്ടിയുടെ ഫാമിലിയെ പരിചയമുണ്ടോ? അവരങ്ങനെ ആരുമായിട്ടും വലിയ കോണ്ടാക്ട് ഒന്നുമില്ല സാറേ. വല്ലപ്പോഴും താഴെ വെച്ചൊന്ന് കണ്ടെങ്കിലായി, അത്രേ ഉള്ളൂ. അല്ല, സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്തുതരാം. അല്ലേടാ? ഞാൻ വിളിച്ചോളാം. ശരി ശരി. ശരി. വല്ല കാര്യമുണ്ടോ ഈ വഴിയെ പോകുന്ന എണിയൊക്കെ കയറി പിടിക്കാൻ? ഒന്ന് പോടാ. സർ, നമ്മുടെ ബാഗ്സ് ആൻഡ് യൂണിഫോം കിറ്റെല്ലാം കഴിഞ്ഞിരുന്നു. പുതിയ ലിസ്റ്റ് എടുക്കാൻ ജോസ് സാർ പറഞ്ഞു. എടുത്തോ. സർ, ദിരൂപ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏത് ദിരൂപ്? നമ്മുടെ സ്റ്റാഫാ. സാറിനെ കാണണമെന്നോ പറഞ്ഞു. എന്നാ വിളിച്ചോ. ദിരൂപ് സാർ ചെല്ലാൻ പറഞ്ഞു. സാർ, ഹാ, നീയോ? എന്താ പുതിയ പ്രശ്നം? അത് പിന്നെ വിനോദ് സാറേ, സാറിനെയും ചേച്ചിനെ 2-3 തവണ പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അതിന് അതാ ഞാൻ വന്നത്. എന്ത്? സാറിനെയും ചേച്ചിനെ 2-3 തവണ പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അതാ ഞാൻ വന്നത്. ഇത് ഞാൻ ഗ്രൂപ്പിൽ കണ്ടതാ. ഹലോ സാറേ. അതിരൂപേ, ഞാൻ വിളിച്ചതേ ഗ്രൂപ്പിൽ നിന്ന് ആ ഫോട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? സാറേ, അത് അഡ്മിനാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ള. ആൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓ, എനിക്ക് ആ ഗ്രൂപ്പിലൊന്ന് കയറാൻ പറ്റുമോ? സാർ, അതിനൊരു ലിങ്ക് ഉണ്ട്. വാട്സപ്പിലും ടെലിഗ്രാമിലും ജോയിൻ ചെയ്യാൻ. എനിക്കൊരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാ, ഞാൻ അങ്ങനെ കയറിയത്. ആണോ? എന്നാ ഒന്ന് പെട്ടെന്ന് തന്നെ ദിരൂപ് ഒന്ന് അയക്കോ? അത് ഞാൻ സാറിന് ഇപ്പം തന്നെ ഷെയർ ചെയ്ത് തരാം. ശരി.
വിനോദേട്ടാ വിനോദേട്ടാ ആ ഇവിടെ വന്നിക്കായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചു. എന്താ ഫോൺ എടുക്കാതിരുന്നേ? അല്ല എടുക്കാത്തപ്പോൾ ഞാൻ ഓട്ടോ പിടിച്ചങ്ങ് പോന്നു. ഇന്നാണേ തിരക്കോ തിരക്ക്. അവിടുന്ന് അനങ്ങാനും കൂടെ പറ്റിയില്ല. ഗൗരി എന്ന രതികുമാരി. അക്ഷയ സെന്ററിൽ അങ്ങനെ ഒരു സുന്ദരി കോതയെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവളുടെ കണ്ണുകൾ എന്നെ വിളിക്കുന്ന പോലെ, അവളുടെ ചുണ്ടുകളും ആരെയും ത്രസിപ്പിക്കുന്ന അവളുടെ രൂപവും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവളുടെ ചുണ്ടുകളിൽ അമർത്തി ഒന്നുവെക്കുന്നത് ആ നിമിഷം ഞാൻ സ്വപ്നമുണ്ട്. അവളുടെ കഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികളോട് പോലും എനിക്ക് വല്ലാത്ത അസൂയ തോന്നി. തിരക്ക് പിടിച്ച അവളുടെ ജോലിക്കിടയിലും അവൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചെയ്തുകൊണ്ടിരുന്ന ജോലി മറ്റൊരാളെ ഏൽപ്പിച്ച് അവൾ എന്നെ അടുത്തേക്ക് വിളിപ്പിച്ചു. കയ്യിലിരുന്ന സർട്ടിഫിക്കറ്റിൽ കൊടുക്കുന്നതിനിടക്ക് അവളുടെ കൈകളിൽ മൃദുവായി ഞാനൊന്ന് സ്പർശിച്ചു. എൻ്റെ കണ്ണിലെ കൊതി കണ്ടെന്ന വണ്ണം സ്വർണ്ണക്കുലിസിട്ട് അവളുടെ വെണ്ണക്കൽ പാദങ്ങൾ എനിക്ക് നേരെ നീട്ടി അവൾ ഒരു ദൃശ്യവിരുന്നൊരുക്കി. പേരിനൊരു ഹസ്ബൻഡ് ഉണ്ടെങ്കിലും അവളുടെ സൗന്ദര്യം ഇത്രമേൽ ആസ്വദിച്ചത് ഞാൻ മാത്രമായിരിക്കും. അവളുടെ ജീവിതത്തിലെ മോഹങ്ങൾ ഉണർത്താൻ ഞാൻ തന്നെ വരേണ്ടി വന്നു. അതെ, ഞാൻ വന്നു. എന്താ ഇതെന്താ ഒന്നും മിണ്ടാതെ? അല്ല ഒരു തലവേദന പോലെ. ആ പറയണ്ടേ, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. അമ്മേ. ആ നേരത്തെ തുടങ്ങിയോ? നീ എന്താ ഫോൺ എടുക്കാത്ത? അതെ, തോന്നുമ്പം വരാനും പോവാനും ഓഫീസിൽ നിന്റെ കുടുംബസ്വത്തൊന്നും അല്ല കേട്ടോ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് ഓടി വന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. സാറെന്താണ് ഒന്നും മിണ്ടാത്ത? വയല് പിരി കിട്ടിയോ? എന്താടാ? ഇത് ഫേക്ക് ഐ ഡി, ഫേക്ക് ഫോട്ടോ, എല്ലാം ഫേക്കാ. അമ്മാരെൻ്റെ കൈ കിട്ടിയ നീ ടെൻഷൻ അടിക്കല്ലേ. സൈബറിലെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ വേണ്ടൊന്ന് വിളിക്കാം. പിന്നെ നമുക്ക് പൊക്കാടാ, പിന്നെ പൊക്കാം.